ധീവരസഭ അംഗം ആണ്. അത് തിരുവല്ല ധീവരസഭയിലാണ് എനിക്ക് അംഗത്വം ഉള്ളത്. അതുപോലെ തന്നെ ചേരാനല്ലൂർ ധീവരസഭയിൽ നേരത്തെ അംഗമായിരുന്നു. ഇപ്പം ഞാൻ അവിടെ അല്ല, തിരുവല്ലയിൽ ഞാൻ അത് നേരത്തെ ഉള്ളത് റീഓപ്പൺ ചെയ്തു. ഇത് ഞാൻ ബന്ധപ്പെട്ട ഇവർക്കും കൊടുത്തിരുന്നു. എറണാകുളം ജില്ലാ ധീവരസഭയ്ക്കും കൊടുത്തിരുന്നു. ഇത് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ജാതി പറഞ്ഞും മതം പറഞ്ഞും വർഗീയത ഉണ്ടാക്കിയാണ്. ചിലരെൻ്റെ ധീവരസഭ അംഗത്വം തടയാനായിട്ടും കാരണമുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തതിൻ്റെ യഥാർത്ഥ കോപ്പി ഇവിടുത്തെ കടയ ഭാഗത്തും മറ്റിടത്തും മാലേപ്പറമ്പിലും കൊടുത്ത ധീവരസഭയുടെ സാക്ഷ്യപത്രം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കളിക്കുന്ന രവിയാണ് ഞങ്ങളെ ധീവരസഭ 1984 ഇത് രൂപം കൊള്ളുമ്പോൾ അവിടെ ചേർത്തത്. എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് അവിടെ വന്നത് രൂപം കൊടുത്തത്. എന്നാ പുള്ളിയുടെ പേര് വിദ്യാധരൻ സാറാണ് അത് ചെയ്തത്. എന്നിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉലാത്തരുത്. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണം. അല്ലാതെ അവിടെ ഇവിടെയും കയറി പറയുന്നതല്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. മറ്റുള്ളവർക്കൂടെ നിങ്ങളെപ്പോലുള്ളവരാണ് മറ്റുള്ളവർക്കൂടെ പണിയുണ്ടാക്കുന്നത്. ഞങ്ങളൊന്നും ആനുകൂല്യം വാങ്ങിയൊന്നുമില്ല. അങ്ങനെ വാങ്ങുന്നവർ വാങ്ങിക്കോട്ടെ. പ്രതാപനോ ഉദയം ഫിലിപ്പോ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കോട്ടെ. ഞങ്ങളെ ശല്യപ്പെടുത്തുക. ആവശ്യമില്ലാത്ത കാര്യവുമായിട്ട് വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കിയേക്കരുത്. അവരുടേതായ കാര്യങ്ങളുമായിട്ട് പോകാം. ഉദയം ഫിലിപ്പ് ഓർത്തഡോക്സ് സഭയാണ്, മലയനാണ് ഓർത്തഡോക്സ് സഭ. മറ്റേ ആൾ വേറെ ഏതോ ഞങ്ങൾക്കറിയില്ല. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയൊക്കെ ഹരേ കമ്മ്യൂണിറ്റിയിലാണെന്ന്, അവൾ മുക്കുവ കമ്മ്യൂണിറ്റിയിലാണ് നാട്ടിൽ. അവൾ അത് വെച്ചിട്ട് ഞങ്ങളുടെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോൻ്റെ അല്ല. പിന്നീട് ആവശ്യമില്ലാത്ത വർത്തമാനവുമായിട്ട് ഇവിടെ വന്നേക്കരുത്. ഞാൻ വേണമെങ്കിൽ ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള കളക്ടറുടെ സർട്ടിഫിക്കറ്റൂടെ ഞാൻ വാങ്ങിച്ചു തരാം. ആവശ്യമില്ലാത്ത എന്നെ പറ്റി ദുരാഗ്രഹം പറഞ്ഞേച്ച് വർഗീയ വിപ്ലവം ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. ഉദയം ഫിലിപ്പും പ്രതാപനും ആവശ്യമില്ലാത്ത ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടുതൽ വലിയ ആളൊന്നുമില്ല. അല്ലെങ്കിൽ കളക്ടർ ബോന്ധം ഞാൻ ഇതിൻ്റെ കോപ്പി എടുക്കാൻ, എന്നിട്ട് അയാൾ ചോദിച്ചിട്ട് തരത്തില്ല. അത് അയാൾക്ക് അറിയില്ല, കേട്ടില്ല, വടക്കം കാറ്റിൽ ഒലിച്ചു പോയി. അതിൻ്റെ നമ്പരാണ് ഞാൻ ചോദിച്ചത്. ഇനി ആവശ്യമില്ലാത്ത എൻ്റെ കാര്യത്തിൽ ഇടപെട്ടത്.